എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് എന്നോടൊരു ദേഷ്യം തോന്നും. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറയാൻ പോകുന്ന കാര്യം എന്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യമോ മറ്റൊന്നുമല്ല. കേരളത്തിലെ പ്രമുഖമായ ഒരു ദിനപത്രത്തിന്റെ ഓൺലൈൻ എഡിഷനിൽ കണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്കിതിവിടെ അവതരിപ്പിക്കണമെന്ന് തോന്നി. കാരണം അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മുമ്പൊക്കെ പുരുഷന്മാരായിരുന്നു അവിഹിത ബന്ധങ്ങളിൽ കൂടുതൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കൂടുതലും സ്ത്രീകളിലേക്ക് അത് വ്യാപിച്ചിരിക്കുകയാണ്. അതിനവര് ഒരുപാട് കാരണങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും കൂട്ടിയിണക്കി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നെനിക്ക് തോന്നി. ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്റെ കുറച്ച് അഭിപ്രായങ്ങളും പറയാം. സ്ത്രീകൾ ഇപ്പോൾ വിവാഹേതര ബന്ധങ്ങളെയും വിവാഹപൂർവ്വ ബന്ധങ്ങളെയും സാധാരണമായി കാണുന്നു എന്നത് വലിയൊരു മാറ്റമാണെന്ന് അടുത്തിടെ ഒരു പ്രധാന ദിനപത്രം നടത്തിയ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വിവാഹം വരെ കന്യകയായിരിക്കണമെന്ന് നിർബന്ധമുള്ളവരുടെ എണ്ണം കുറയുന്നു. മനസ്സിന് ഇഷ്ടമുള്ള ആളെ ചുംബിക്കുന്നതോ ഉഭയസമ്മതത്തോടെ ലൈംഗികതയിൽ ഏർപ്പെടുന്നതോ വിവാഹത്തിനു മുമ്പായാൽ പോലും വലിയ തെറ്റോ പാപമോ ആയി കൗമാരക്കാരായ പെൺകുട്ടികൾ പോലും ഇപ്പോൾ കാണുന്നില്ലത്രേ. പണ്ടൊക്കെ ഇത്തരം പ്രശ്നങ്ങളുമായി തെറാപ്പിസ്റ്റിനു മുമ്പിൽ കൊണ്ടുവന്നാൽ എന്തോ തെറ്റ് ചെയ്തതുപോലെ ചൂളി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് തന്റെ ഇഷ്ടപ്രകാരം ചെയ്ത കാര്യത്തെ ന്യായീകരിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. വിവാഹേതര ബന്ധങ്ങളുടെ കാര്യത്തിലും സ്ത്രീകളുടെ പ്രതികരണത്തിൽ വ്യത്യാസം വന്നു. ഇതുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്ന മനോനിലയിലേക്ക് എത്തിയിട്ടുണ്ട് നല്ലൊരു ശതമാനം സ്ത്രീകളും എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അത് സ്വന്തം കാര്യത്തിലായാലും ഭർത്താവിനുള്ള ബന്ധത്തിന്റെ കാര്യത്തിലായാലും എല്ലാം മറന്ന് ഒരുമിച്ച് പോകാനായാൽ പോവുക, അല്ലെങ്കിൽ വേർപിരിയുക എന്ന രീതിയിലേക്കായി സ്ത്രീകളുടെ കാഴ്ചപ്പാട്. ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളോടുള്ള പ്രതികാരമെന്ന നിലയ്ക്ക് മറ്റു ബന്ധങ്ങളിലേക്ക് എടുത്തു ചാടുന്നവരും ഇല്ലാതില്ല. ഇതൊന്നുമില്ലാതെ വിവാഹമോചനം നേടി വേർപെട്ട് ജീവിക്കുന്നതിനു പകരം ഒരേ സമയം രണ്ട് ബന്ധങ്ങളുമായി മുന്നോട്ടു പോകുന്നവരും ധാരാളമുണ്ട്. വിവാഹമോചനം നേടി വേർപെട്ട് ജീവിക്കുന്നതിനു പകരം കുടുംബമായി ഒരുമിച്ച് താമസിക്കുകയും പരസ്പര സമ്മതത്തോടെ രണ്ടു പേർക്കും വെവ്വേറെ ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക എന്നൊരു ട്രെൻഡിന് സ്ത്രീകളും സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുന്നു. തിരുവനന്തപുരത്തുള്ള കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് ഇത് പറയുന്നത്. അതാകുമ്പോൾ വിവാഹമോചനം വഴി സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് കുറവ് വരികയുമില്ല, കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഉണ്ടാകുകയും ചെയ്യും എന്ന ചിന്തയാണ് ചിലർക്കുള്ളത്. വിവാഹേതര ബന്ധത്തിന്റെ പ്രശ്നവുമായി ഒരു സ്ത്രീ കാണാൻ വന്നിരുന്നു. ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് തൃപ്തിയില്ല, അത് തുടരാൻ താല്പര്യവുമില്ല. പക്ഷെ കുട്ടികളുണ്ട്, അവർക്ക് അച്ഛനും അമ്മയും വേണം എന്നുള്ളത് കൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നു എന്ന് മാത്രം. എന്റെ ശരീരത്തിലോ മനസ്സിലോ ഭർത്താവിന് ഒരു അവകാശവുമില്ല. എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും, ഒരു കാര്യത്തിലും ഇടപെടരുത്, അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് പോകാം എന്നാണ് അവർ ഭർത്താവിനോട് പറഞ്ഞത്. വിവാഹമോചനത്തിന് പോകാത്തത് എന്താണെന്ന് വെച്ചാൽ അതൊരു നീണ്ട നടപടിക്രമമാണ്. വർഷങ്ങളെടുക്കും ഡൈവോഴ്സ് കിട്ടാൻ. ഒരിക്കൽ ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ട്, കണ്ടുപിടിച്ചിട്ടും കുലുക്കമില്ല, കരഞ്ഞു വിളിച്ചിട്ടും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മകനാണെങ്കിൽ അച്ഛനും അമ്മയും വേണം. അപ്പോൾ പിന്നെ നിയമപരമായി വേർപിരിയാതെ മനസ്സും ശരീരവും കൊണ്ട് വേർപെട്ട് താമസിക്കുക മാത്രമാണ് വഴി. രണ്ടാൾക്കും അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം എന്ന മട്ട്. വിവാഹേതര ബന്ധങ്ങൾ സ്ത്രീകൾക്കിടയിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് തിരുവനന്തപുരത്തെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്നത്. സ്ത്രീകൾ മിക്കപ്പോഴും മറ്റു ബന്ധങ്ങളിലേക്ക് തേടി പോകുന്നത് മനസ്സു തുറന്ന് സംസാരിക്കാൻ ഒരാൾ വേണം എന്ന തലത്തിലാണ്. ഇങ്ങനെയാണ് ബന്ധം തുടങ്ങുന്നത്. അത് പിന്നീട് ആഴത്തിലുള്ള അടുപ്പമായി കുറച്ചു കഴിയുമ്പോൾ അത് ലൈംഗികതയുടെ തലത്തിലേക്ക് എത്തുകയാണ്. ഇങ്ങനെയായിരുന്നു ആ ഒരു ദിനപത്രത്തിന്റെ ഓൺലൈൻ എഡിഷനിൽ ഞാൻ വായിച്ച കാര്യം. അപ്പോൾ എനിക്ക് സ്ത്രീകളോടായിട്ട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമുണ്ട്. അവിഹിതം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടിക്കടി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ ഞാനൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അദ്ദേഹം നിങ്ങളെ നിയന്ത്രിക്കുന്നു, ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം തരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മദ്യപാനം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പല ഇതിലും പറയുന്നുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മറ്റൊരാളെ തേടി പോകുന്നത് നിങ്ങൾക്കൊരു ആശ്വാസത്തിനാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനാണ്, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വിവാഹിതയായ സ്ത്രീയോട്
സൗഹൃദ മനോഭാവം കാണിച്ചു വരുന്ന ഒരു 99% പുരുഷന്മാരും നിങ്ങളുടെ ശരീരം മോഹിച്ച് മാത്രമാണ് വരുന്നത്. തുടക്കത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അനുഭാവപൂർവ്വം കേട്ട് നിങ്ങൾക്ക് സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി തരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്റെ ഭർത്താവ് എന്തൊരു കിഴങ്ങനാണ്, അയാളെക്കാൾ എത്രയോ ബെറ്റർ ആണ് ഞാൻ കണ്ടുമുട്ടിയ ഈ ഒരു വ്യക്തിയെന്ന്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ വ്യക്തി അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഭാര്യയ്ക്ക് സന്തോഷമോ സംതൃപ്തിയോ ആശ്വാസമോ കൊടുക്കാത്തൊരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിയാണ് നിങ്ങളോട് അന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞു വന്നത്, സ്ത്രീകളെ, നിങ്ങൾ വേറെ ഒരു പുരുഷനെ തേടി പോകുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്ന ആ മനുഷ്യനോട് നിങ്ങൾക്കുള്ള വികാരം ഒരു ലൈംഗികത എന്നുള്ളതായിരിക്കില്ല. പക്ഷേ ആ വരുന്ന ആള് നിങ്ങളുടെ ശരീരം മാത്രം മോഹിച്ചാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതിനെ നിഷേധിക്കുമ്പോൾ, നിങ്ങൾ അതിന് വഴങ്ങിക്കൊടുക്കാതിരിക്കുമ്പോൾ അയാളുടെ തനി നിറം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പല സ്ഥലങ്ങളിൽ ഈ കഴിഞ്ഞ ജനുവരി തൊട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് കൊലപാതകങ്ങളും പീഡനങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ജനുവരി തൊട്ട് ഈ ദിവസം വരെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തെല്ലാം വിഷയങ്ങളാണ് ഈ തരത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നുള്ളത്. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളെ സമീപിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ശരീരം മാത്രം മോഹിച്ചു വരുന്നവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.